ഇനി കുറെ പോകണ്ടോ? ഇത് ഞങ്ങളെ കൂട്ടം വന്നല്ലേ, നിനക്കൊരാ വണ്ടി കൊണ്ടുവന്നു. കല്യാണ വീട്ടിൽ നിന്ന് ആരെങ്കിലും വന്ന് ഞങ്ങളെ കൂട്ടിക്കൊണ്ടുപോകണം. അത് ഞങ്ങൾ ഈ കോഴിക്കോട്ടുകാരുടെ ഒരു രീതിയാ. ഈ നാട്ടിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ രീതി മാറ്റാൻ പറ്റുമോ? അല്ലേ സുനിയെ? അതെ ആശാനെ. അതെ, പുള്ളി ഇവിടുത്തെ കാരണമൊന്നുമില്ല, പെണ്ണും കെട്ടിയൊന്നും ഇവിടെ കൂടിയത് സെലിബ്രേഷൻ ആണല്ലേ. അതെ, ആശാനെ പറ്റി ശരിക്കും അന്വേഷിച്ചായിരുന്നാ? എനിക്കറിയാൻ പാടില്ല, ഇതൊക്കെ റെജിയുടെ ഏർപ്പാട്. ആശാനെ, നമ്മുടെ കാര്യങ്ങൾ എന്താന്ന് വെച്ചാൽ പറഞ്ഞേക്ക്, അല്ലെങ്കിൽ അവിടെ ചെല്ലുമ്പോ കണകുണ പരിപാടിയായി പോട്ടോ. എന്റെ പിള്ളേരെടുത്തും അഭിപ്രായം പറയാൻ വരുന്നത് എനിക്ക് ഇഷ്ടമല്ല. പിന്നെ കലവറയിൽ അത് ഉണ്ടാക്കി ഇത് ഉണ്ടാക്കി എന്ന് പറഞ്ഞ ഒറ്റ കുട്ടി അവിടെ കയറി പോകുന്നത് കേറി കഴിഞ്ഞ എന്റെ സ്വഭാവം പറഞ്ഞു നിൽക്കാം. ഇതുപോലെ സുനി മതി ആശാനെ. ആശാന്റെ ഫുഡ് അടിപൊളിയാ. ആശാൻ പറഞ്ഞ കേട്ടല്ല, ആശാന്റെ കലവറയൊക്കെ ആരെങ്കിലും വന്നാ സദ്യ മൊത്തം ഞങ്ങൾ കൊളാക്കി കളയും. അങ്ങനെ നമ്മൾ എത്രയോ കൊളാക്കിണ്ട് അല്ലേ? പിന്നല്ലാതെ ഇതും കൊളാക്കി. അതെ, ഇച്ചിരി വട്ടുണ്ടാ. സുനി വിഘ്നാണല്ലോ കാണുന്നത്. തേങ്ങയ്ക്ക് 3 കണ്ണേ ഉള്ളൂ, 4 കണ്ണ് വേണ്ടേ? ശുക്ലാംബരധരം വിഷ്ണു. പച്ചടി തുരയുടെ സദ്യയൊക്കെ കൊള്ളാം, പക്ഷെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിലേ മൊത്തം കളി മാറും. അവന് വട്ടാടാ. നീയല്ലേ കൊണ്ട് ഏർപ്പാടാക്കി കാണിക്കുന്നുണ്ടല്ലേ. ഇയാൾ എന്തെങ്കിലും അലമ്പുണ്ടാക്കിയാലുണ്ടല്ലോ. സാധാരണ വെച്ച കാര്യമൊക്കെ വെടിപ്പാക്കിയിട്ടുണ്ട്. എന്തിനാ ആശാനെ എന്നും വെക്കണത്? പൊന്നത് കണ്ണേറ് മാറാനുള്ള, അതെടുത്ത് കഴിക്കരുത്. അടിപൊളി. 2 പച്ചമുളക് എടുത്ത് ഇവന്റെ കണ്ണിലൂടെ തേച്ചു കൊടുത്തേ. വൈകുന്നേരം പച്ചടി അച്ചാറും കായത്തോരന പോരെ? എന്തെങ്കിലുമൊക്കെ ആയിട്ട് തന്നാ മതി. എന്നാ തുടങ്ങ. എന്നാ പിന്നെ ഉള്ളി അരിയട്ടെ. ഉള്ളി കൊണ്ടുള്ള കായത്തോരൻ ഉണ്ടാക്കുക. കായ അരിയണം. ആശാനെ, ഞാൻ കുറെ നേരമായിട്ട് പറയണത് ഇതൊന്നും നടപടിയാവണ കേസൊന്നുമല്ല. ഈ പച്ചക്കറി ഒന്നും മാറി മേടിച്ചില്ലെങ്കിലേ ഈ ശാമ്പാരം കിമ്പാർത്തും ഉണ്ടാക്കാൻ പറ്റുന്നില്ല. ആശാൻ പുള്ളി വിളിച്ച് കാര്യം പറ, അല്ലെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് കൂട്ടാം. മാറ്റെടുത്ത കല്യാണം എന്താ സുരേ? എന്താണോ ഈ സുനി പറയുന്നത് കേട്ടിട്ട് പച്ചമുളക് എടുത്തിന്റെ കണ്ണിലെ മൂക്കിൽ അണ്ണാക്കിലും തേക്കാൻ തോന്നുന്നുണ്ട്. കട്ടപ്പോകി എന്താണ് പറഞ്ഞു കൊടുക്കണോ? എന്റെ പൊന്നി ചേട്ടാ, ഈ പച്ചക്കറി ഒന്നും കാര്യം നടക്കൂല കേട്ടാ. ഈ തക്കാളിക്കൊക്കെ ഉണ്ട് ചീഞ്ഞ മുട്ടയുടെ മണമാണ്. ആ വെണ്ടയ്ക്കൊക്കെ പച്ചക്കറിനെ പോലും കൊള്ളൂല. ഇവൻ പിന്നെ നായിക്കട്ടാണെങ്കിലും തിന്നോളൂ. നിങ്ങൾ ഇതൊക്കെ എവിടുന്നാ മേടിച്ചേ? ചന്തയിലെ ബാബുവിന്റെ കടയിൽ. ബാബുവിന്റെ കടയിൽ നിന്ന്. അവന്റെ കടന്ന് ആരെങ്കിലും സാധനം മേടിക്കോ? വന്നിട്ട് ഇത്രയും നേരെ ഒരു ചെറുതരം പോലും ആരുമില്ല. കല്യാണം നേരത്തിന് ഇവര്. ഓ ചേട്ടനെ ആ ടർപ്പയുടെ പുറകിലേക്ക് വെക്കും, അവിടെ ഉണ്ട് സാധനം. അത് പറ ജയൻ ചേട്ടാ. ചേട്ടൻ വിചാരിച്ച പോലെയല്ല, അത് നമ്മുടെ അഞ്ജുവിന്റെ കൂട്ടുകാരി കെട്ടാൻ പോണ പയ്യനാണ്. ആ മോമ്മയിലുള്ള ചെക്കനാണ്. അടുത്ത ആഴ്ച വരെ കല്യാണമാണ്. പിന്നെ സുനി പറഞ്ഞാലും കാര്യമുണ്ട്. ആ തക്കാളി മാറ്റി പുതിയ തക്കാളി വാങ്ങാൻ നോക്ക് കേട്ടോ. എന്റെ സ്വഭാവം അവർക്ക് അറിയില്ല. ചീഞ്ഞ മുട്ടേന്റെ മണം. ആശാനെ, ഈ തക്കാളിക്കലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇപ്പൊ ഒരിക്കലും മണം തോന്നല്ലോ. കേറ്റില്ലേ സുനി? എനക്ക് തോന്നില്ല, എനിക്കും തോന്നില്ല. അതാണ് എന്റെ പൊന്നുള്ള പച്ചക്കറി മുഴുവൻ തിന്ന് തീർത്ത് കഴിഞ്ഞാൽ നാളെ അന്നെ വെട്ടിമുറിച്ച് സാമ്പാർ ഉണ്ടാക്കാൻ കഴിയില്ല. അരിയൻ രണ്ട് ആൾക്കാരെ വിളിച്ചു നശിപ്പിക്കല്ലേ. സുരച്ചേട്ടന്റെ സദ്യയെ കുറിച്ച് ഒരുപാട് കേട്ടിട്ടുണ്ട്. ആണോ? സദ്യക്ക് പേരുണ്ടായിട്ട് എന്താ കാര്യം? ആരെങ്കിലും വിളിക്കണ്ടേ? ഇതന്നെ എങ്ങനെയോ വന്ന് പെട്ടതാ. ആള് മാറി വിളിച്ചതാണോ എന്ന് എനിക്ക് സംശയമുണ്ട്.
സുര ഒറ്റയ്ക്കുള്ളോ ഉം. ഇതെന്താ ഉമ്മാരി കിടന്നുറങ്ങണേ? പാവങ്ങളല്ലേ, ഉറങ്ങിക്കോട്ടെ. ഇതൊരു ശല്യമല്ല, സഹായ. ഒരു കട്ടെടുക്കട്ടെ. വേണ്ട വേണ്ട. അല്ല കിടക്കുന്നില്ലേ? റെജിയോട് പറഞ്ഞിട്ട് അവൻ്റെ വീട്ടിൽ വേണമെങ്കിൽ. അത് കുഴപ്പമില്ല, ഞാൻ അവിടെ കൂടിക്കോളാം. ആ പിന്നെ ഇനി പായസം കൂടി ഇറക്കാമല്ലോ. നാളെ സദ്യ വിളമ്പിന് മുന്നേ ആദ്യത്തെ ഗ്ലാസ് പായസം ജയൻ തന്നെ കുടിക്കണം. അങ്ങനെ ആകുമ്പോൾ എനിക്ക് അടുത്തവർക്ക് പെട്ടെന്ന് കിട്ടും. അത് ഞങ്ങളൊരു വിശ്വാസമാണ്. നാളെ അല്ലേ? ആ അവൻ്റെ മറ്റടുത്ത വിശ്വാസം. ഇന്നലെ പായസം ഉണ്ടാക്കിയപ്പോ ഒരു തേങ്ങ വഴി എന്നെ വിളിക്കാതിരുന്ന എൻ്റെ കഞ്ഞിയിൽ ഞാൻ തന്നെ എന്തിനാ വെറുതെ മണ്ണ് വാരിയിട്ടുണ്ട്, അതുകൊണ്ട് വിളിക്കാഞ്ഞതാ. ഓ ഇവിടുത്തെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഭക്ഷണം കഴിച്ചോന്ന് അന്വേഷിച്ചോ? ഇതാ. ഞാൻ കൊണ്ടുവരാ പോന്ന എന്താ കളിക്കുന്നേ? ഇതിനൊക്കെ ഇവിടെ വെക്ക്. സുരേട്ടാ കെട്ടുപോട്ടോ, കെട്ട് കഴിഞ്ഞാൽ പിന്നെ മറ്റേ പരിപാടി നടക്കൂല. പായസം കൊടുത്തായിരുന്നോ? അയ്യോ, ഞാൻ ആ കാര്യം മറന്നു. ഇങ്ങ് കൊടുത്തോ. ഇപ്പൊ കൊടുക്കാം. ഒന്നേ ഒരു ഗ്ലാസ് പായസം എടുക്ക്. എന്താ പായസോ? ആ കൊടുത്ത കല്യാണത്തിന് മെയിൻ ആൾക്ക്. ആ പിന്നെ 2 ഗ്ലാസ് എടുത്തോളാം. ഒരെണ്ണം എനിക്ക് കൊടുത്തു. ആ എൻ്റെ വീട്ടിലിപ്പോൾ ആരൊക്കെ ഉണ്ട്? വീട്ടിലെല്ലാവരും ഉണ്ട്. എന്താ? ആ എനിക്കൊന്ന് കക്കൂസി പോണായിരുന്നു. ഇപ്പോഴാ? അവരെല്ലാവരും ഇങ്ങനെ വരും. ആ അവർ വന്നിട്ട് മതി. ആ ഒരു രക്ഷയില്ല. കെട്ട് തുടങ്ങാനായില്ലേ? ആ ഒരു 10 മിനിറ്റ് കെട്ട് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇലയിടാലോ. ഇടാം. ആ ഇതൊക്കെ കുടിക്കേ. എന്താ ഇത്? ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ പായസം. പായസം? ആ പായസം ഒന്നും കുടിക്കാൻ പറ്റില്ല. താൻ പോയി കുടിക്കണം. അതെങ്ങനെ അങ്ങനെ പറഞ്ഞാൽ ശരിയാവുക? നിങ്ങൾ ഏൽപ്പിച്ച കാര്യങ്ങളൊക്കെ ഞാൻ ഭംഗിയായിട്ട് ചെയ്തില്ലേ? ഇനി ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കൂടി ചെയ്തില്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. സദ്യ ഞാൻ കുളം തോണ്ടും. ഞാൻ കുടിക്കാം. കുടുക്കി. സാമ്പാറിന് മണ്ണ് വരട്ടെ. ആയില്ല, അയാൾ കുടിച്ചോളും. വെയിറ്റ് ചെയ്യ്. കുടുക്കി. ചേട്ടാ നോക്കണ്ട, വട്ടന കുടിച്ചു. സന്തോഷമായില്ലേ? പായസം മൂപ്പർക്ക് ഭയങ്കര ഇഷ്ടമായി. ഈ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, വേറെ വട്ടി ഞാൻ തീർക്കും. അമ്മോ ആളിന്റെ പെർഫോമൻസ് ഉണ്ടല്ലേ എന്റെ പൊന്നോ. ഇത് ശരിയ ഫസ്റ്റല്ലേ, ഫസ്റ്റിൽ ഇവിടെ കിടക്കണ്ടേ? 6, 7, 8 മഞ്ഞയല്ലേ എന്തിനാണ്? എന്താ ഇപ്പോൾ അവിടെ സംഭവിച്ചത്? ഒരു ഗ്യാസ് പോയതിൻ്റെ പേരിൽ ഇങ്ങനെയൊക്കെ അടി ഉണ്ടാവും. പക്ഷേ ഇതൊക്കെ ന്യൂ ജനറേഷൻ കല്യാണമാണ്. ഇതൊക്കെ ടിക്ടോക്ക് വീഡിയോ കൊണ്ടുണ്ടാക്കുന്ന അടിയല്ലേ? കണ്ടില്ലേ എത്ര ആംഗിളിൽ ഷൂട്ട് ചെയ്തെന്ന്? ആണോ? ആ അങ്ങനെയാണ് അടുത്ത കൊട്ടേഷൻ അങ്ങനെ കൊടുത്താലോ? എങ്ങനെ? പാചകവും അടിയും പച്ചടി സ്വര. അല്ലേ? എന്താ ശാന നമ്മൾ ഈ ചോറൊക്കെ എന്താ കാണിക്കണേ? പാക്ക് ചെയ്ത് എടുത്തോ. ഇവിടുത്തെ പൈസ കിട്ടും തോന്നില്ല.